രാവിലെ ഒരു സന്തോഷ വാർത്തയുണ്ട്. വൈകുന്നേരങ്ങളിൽ രണ്ട് സ്മോൾ അടിക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ശുഭകരമായ വാർത്ത സർക്കാരിൽ നിന്ന് പുറത്തു വരികയാണ്. ചില മദ്യവിരുദ്ധ സമിതിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം യോ ദേ കേരളം മുഴുവൻ കുടിപ്പിച്ച് കിടത്താൻ പോണേ എന്നൊരു മോങ്ങലിന് കൂടി അവസരം ഉണ്ടാകാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, ജസ്റ്റ് അതൊന്ന് കേട്ടെ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി നീക്കം സജീവമാക്കി ബെവ്കോ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി മൊബൈൽ ആപ്പ് തയ്യാറാക്കി. ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. വരുമാന വർധനയ്ക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനു മുമ്പും ഇതേ ശുപാർശ ബെവ്കോ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹർഷിത അത്തല്ലൂരി MD ആയതിനു ശേഷം വലിയ തരത്തിലുള്ള വൈവിധ്യവൽക്കരണം ഈ പറയുന്ന സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട്. ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയാണ്. ഓൺലൈൻ ആപ്പ് വഴി ഇനിയിപ്പോ മദ്യവിതരണം വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല കാര്യം. എന്തുകൊണ്ടല്ലേ, മദ്യപാനം അല്ലെങ്കിൽ ഈ ലഹരി എന്ന് പറയുന്ന സാധനം, അത് നിരോധിതമല്ലാത്ത മദ്യം, ആ മദ്യപാനം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ നാട്ടിലെ ചില ആശാന്മാരുണ്ട്, ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് ഈ ലോകത്ത് ഇതൊന്നും പാടേ ഇല്ല എന്നൊരു മനോഭാവം എടുക്കുന്നവർ. അത് അവരുടെ സ്വാതന്ത്ര്യം സമ്മതിച്ചു കൊടുക്കുക. അതിനെ സംബന്ധിച്ച് കേരളം ഇതാ കുടിപ്പിച്ച് കിടത്തിയാണ് ഈ നാട്ടിൽ ബിവറേജസുകൾ വഴി കോടികൾ സമ്പാദിക്കുന്നത്, വേറെ ഒന്നും ഇല്ല എന്നൊരു കുപ്രചരണം കൂടി ഇവർ നടത്തുന്നുണ്ട്. വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്.